കണ്ണൂർ തളിപ്പറമ്പിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൌൺസിലിംഗിനിടയിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പെൺകുട്ടി പലതവണ പീഡനത്തിനിരയായതായി പോലീസ് പറഞ്ഞു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടു കാണാം ആ ഒരു ന്യൂസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ കണ്ണൂർ തളിപ്പറമ്പിൽ 23 വയസ്സുകാരി ഒരു 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ ഒരു ഞെട്ടലിലായിരിക്കും ഒരു വാർത്ത കേട്ടിട്ടുള്ളത് അല്ലേ. കൂടുതൽ ആൾക്കാർ ഇത് ന്യൂസിൽ ഈ വാർത്ത കണ്ടു കാണണം. അപ്പം ഞാനും ഇതൊരു ഞെട്ടലോടെയാണ് കേട്ടത്. കാരണം എനിക്ക് 3 പെൺമക്കളാണ്. അപ്പം ഇങ്ങനെ 12 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ തന്നെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെയേറെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. ആ പെൺകുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ സ്നേഹ മെർലിൻ എന്നാണ്. ഈ പറയുന്ന 12 വയസ്സുകാരിയുടെ ഒരു ബന്ധു കൂടിയാണ് ഈ സ്നേഹ മെർലിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊന്നും ഒരു സംശയവും തോന്നിയില്ല. ഈ സ്നേഹ മെർലിൻ്റെ കൂടെ പലതവണയും വീട്ടുകാർ ഈ കുട്ടിയെ വെളിയിൽ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ വെളിയിൽ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ ഈ കുട്ടി ഒരു ഫോൺ കൊണ്ടുപോയി. അത് ടീച്ചർമാർ കൈയോടെ പിടിച്ചു. അപ്പം ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ തന്നെ ഈ 12 വയസ്സുള്ളൊരു കുട്ടിയാണ് സ്കൂളിൽ ഫോൺ കൊണ്ടുപോയതെന്ന് ഓർത്തോണം. അപ്പം 12 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചിട്ട് ടീച്ചർമാർ ആദ്യം ചെയ്യുന്നത് പേരൻസിനെ വിളിച്ച് പറയുക എന്നായിരിക്കും. അപ്പം പേരൻസ് ഞെട്ടിപ്പോവുകയാണ്. കാരണം പേരൻസ് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങി കുട്ടിക്ക് കൊടുത്തിട്ടുമില്ല, വീട്ടിൽ നിന്ന് ഒരു ഫോൺ കുട്ടി എടുത്തുകൊണ്ടും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ഫോണെന്ന് പേരൻസ് ചിന്തിച്ചു. അതേപോലെ അപ്പം ടീച്ചർമാർക്ക് ഒരു ഡൗട്ട് തോന്നി. ഫോണൊക്കെ പരിശോധിച്ചപ്പോൾ അതിലെ മെസ്സേജുകൾ കോളുകളൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഒരു സംശയം തോന്നി. അതേ തുടർന്ന് ഈ സ്കൂളുകാർ ചേർന്നിട്ട് കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ചൈൽഡ് ലൈനിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തു. ആദ്യം കുട്ടി ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മടിച്ചെങ്കിലും പിന്നീട് ആ കുട്ടി നടന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ബന്ധുവായിട്ടുള്ള സ്നേഹ എന്ന് പറയുന്ന ചേച്ചി എന്നെ പലയിടത്തും കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, വളരെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് ആ കുട്ടി പറയുമായിരുന്നു. ആ ഒരു അന്നേരം ആ സ്കൂളിലുള്ള എല്ലാവരും തന്നെ ഞെട്ടിപ്പോയെന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി തനിച്ചാണെങ്കിലും നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയൽവക്കത്തുള്ള അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ബന്ധുക്കളെയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെയുള്ള സ്ത്രീകളെ ആയിരിക്കും നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. പക്ഷേ സ്ത്രീകളും ഈ ഒരു പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെയേറെ ഭീതി ജനിപ്പിക്കുന്നതും ഞെട്ടലുളവാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ആൺകുട്ടികളെ ഏതെങ്കിലും ഒരു പുരുഷന്മാരുടെ കൂടെ എന്തെങ്കിലും കുറച്ചു നേരം വിടാനൊക്കെ നമുക്ക് പേടിയായിരിക്കും. അടുത്ത വീടുകളിൽ കളിക്കാൻ വിടാൻ പേടിയായിരിക്കും. അതേപോലെ പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചെന്നുള്ളത് കേൾക്കുന്നത് സാധാരണ കാര്യമൊന്നുമല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് കേൾക്കുന്നത് വളരെ ഞെട്ടൽ ഒഴിവാക്കുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ സേഫ് എന്ന് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ നമ്മുടെ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയുടെ കയ്യിലായിരിക്കും, അയൽവക്കത്തുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്തായിരിക്കും. ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വെളിയിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോകണം, അല്ലെങ്കിൽ പണിക്ക് പോകണം, ഇന്ന് കുട്ടികൾക്ക് ലീവാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയൽവക്കത്തെ ആ ചേച്ചിമാരെ ആയിരിക്കും ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരും നോക്കാനില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കളെയോ എല്ലാം സ്ത്രീകളെ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകും. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് സ്ത്രീകളെ ഏൽപ്പിച്ചിട്ട് പോകും? ഒരു ബന്ധു കൂടിയായ ഒരു സ്ത്രീയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 23 വയസ്സുള്ള ആ പെണ്ണിനെ നിങ്ങൾ കണ്ടില്ലേ, സ്നേഹ മെർലിൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. സ്നേഹ മെർലിന് കുറച്ച് സ്നേഹം കൂടി കഴിയുമ്പം 12 വയസ്സ് 14 വയസ്സുള്ള പെൺകുട്ടികളോടാണ് താല്പര്യം കൂടുതൽ. ഇതൊക്കെ ഒരു ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊന്നും ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റില്ല. ആ ഒരു പെൺകുട്ടിയെ കണ്ടാൽ നമുക്കൊരു പെൺകുട്ടിയായിട്ട് പോലും തോന്നുന്നില്ല. നമുക്ക് അതിന്റെ ആ ഫോട്ടോ സഹിതം മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫോട്ടോ സഹിതം പബ്ലിഷ് ചെയ്യുകയും മറ്റുള്ളവരത് കാണുകയും ചെയ്യണം. അങ്ങനെ നമുക്ക് ആ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ത്രീയെ കാണുമ്പോൾ നമുക്കൊരു സ്ത്രീയായിട്ട് തോന്നുന്നില്ല. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷൻ മുടിയൊക്കെ വളർന്നിട്ടുണ്ട്, ഷർട്ടും പാൻറ്റും ഇട്ടേക്കുന്നു. ഒരു സ്ത്രീയായിട്ട് എനിക്ക് ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കൊരു സ്ത്രീയായിട്ട് തോന്നിയില്ല. പെൺകുട്ടിയാണോ ഓക്കെ, പക്ഷേ ഒരു ലുക്കൊന്നും ഒരു സ്ത്രീയുടെ പോലെയുള്ള ഒരു ലുക്കൊന്നുമില്ല. എന്നാൽ എത്രയോ സ്ത്രീകൾ പാൻറ്റും ബനിയനും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. പക്ഷെ അവരെ കാണുമ്പോൾ അത് സ്ത്രീയാന്നുള്ള ആ ഒരു ലുക്കെങ്കിലും ഉണ്ട്, ഇതിനെ കാണുമ്പോൾ അതുമില്ല. അപ്പം എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട് ഈ പെണ്ണിനെന്നുള്ളതാണ്. ഇങ്ങനെ ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവൾ ഒരുപാട് ചോക്ലേറ്റ്സ് അതേപോലെ ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഫോൺ പോലും, ആ കുട്ടിയുടെ കയ്യിലിരുന്ന ഫോൺ പോലും അവൾ ആ കുട്ടിക്ക്
കൊടുത്തിട്ടുള്ളതാണ്. കാരണം ആ കുട്ടി തിരിച്ചു വരുന്ന സമയം എവിടെ വെച്ച് കാണണം, ഈ രീതിയിലെല്ലാം ആ കുട്ടിയെ ഇവള് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെയും ആ കുട്ടിയെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി അവളൊരു ഫോൺ പോലും ആ കുട്ടിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡ് ചെയിൻ, ഒരു സമ്മാനം എന്നുള്ളോളം ഒരു ഗോൾഡ് ചെയിൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആ പേരൻസ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 12 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രായം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ ടിഫിൻ ബോക്സ് എങ്കിലും കഴുകാൻ വേണ്ടി നമ്മൾ അതൊന്ന് തുറന്നു നോക്കും അല്ലെ, ബാഗൊക്കെ. പക്ഷെ ഈ മാതാപിതാക്കൾ ആ ഒരു ഫോണോ അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന ഗോൾഡിന്റെ ചെയിനോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ബോക്സിൽ എന്തെങ്കിലും ഒരു മുത്ത് പോലത്തെ സാധനമൊക്കെ പറക്കിക്കൊണ്ട് വരും. അവർ കുഞ്ഞുങ്ങൾ LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. അപ്പം അതുപോലെ ഞാൻ അവരുടെ ബാഗിൽ നിന്ന് അതൊക്കെ നോക്കിയിട്ട് ഇത് എന്താണ്, ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, ഇതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഈ പേരൻസ് ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. അതുമല്ല, കുറെ നാളായി വീണ്ടും കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ നാളായി ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നു. അതേപോലെ കുട്ടിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഒരു അസ്വാഭാവികതയും ഈ പേരൻസിന് തോന്നിയില്ല എന്നുള്ളതാണ്. അതേപോലെ ഈ പെൺകുട്ടിയുടെ ഒപ്പം, സ്നേഹ മെർലിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒപ്പം മാതാപിതാക്കൾ അവരുടെ സമ്മതത്തോടു കൂടിയാണ് മാതാപിതാക്കൾ ഈ കുട്ടിയെ വെളി വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നൊന്ന് ഒരിക്കലും ആ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. പക്ഷെ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ വെളിയിൽ പോകാൻ ഒരു കൂട്ടെന്നുള്ള രീതിയിൽ ഇവരുടെ 12 വയസ്സുള്ള കുട്ടിയെ കൂടെ വിടുകയാണ്. അപ്പം എന്താണ്, നമുക്കൊരു സ്ത്രീയല്ല, അവക്കൊരു കൂട്ടാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആ കൂട്ടാവട്ടെ എന്ന് ഓർത്ത് വിടുന്ന നമ്മുടെ കുഞ്ഞിനെ അവൾ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ആ പേരൻസും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ആ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന ആ സ്ത്രീയെ കണ്ടല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലേഡീനെ പരിചയമുള്ളവരാണെങ്കിൽ നമ്മുടെ വീടുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളോടും കൂടെ ചോദിക്കുക, ഈ ഒരു ലേഡി നമ്മുടെ മക്കളെ മോശം രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ലോകം എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു 2025 തുടങ്ങിയ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അതേപോലത്തെ ഞെട്ടിക്കുന്നതും ഇതുവരെ കേട്ടുകഴിവില്ലാത്തതുപോലത്തെ വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ വാർത്തകൾ തുടരെ വരുമ്പോൾ നമുക്ക് വലിയൊരു ഞെട്ടലൊന്നും വരുന്നില്ല. കാരണം അതൊന്ന് നമ്മുടെ മനസ്സിനെ അങ്ങ് പാകപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ കണ്ടായിരുന്നു. ഒരു വീട്ടിൽ 2 ഇരട്ടപ്പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും പണിക്ക് പോകുമായിരുന്നു. അതിൽ ഒരു കൊച്ചിനാണെങ്കിൽ ചൂടുപനിയായിരുന്നു. അപ്പോൾ ഒരു കൊച്ച് സ്കൂളിൽ പോയി. ചൂടുപനിയായ ആ കൊച്ചിനെ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ച് തനിയെ വീട്ടിലിരിക്കുകയായിരുന്നു. അടുത്തുള്ള ബന്ധുക്കളോട് ആ കുട്ടിയെ ഒന്ന് നോക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അയലോക്കത്തുള്ളൊരു പുരുഷൻ ആ കുട്ടിയെ മിസ്യൂസ് ചെയ്ത് കൊന്നിട്ട് ടെറസിന്റെ മണ്ടയിൽ കൊണ്ട് ഇട്ട്, പിന്നീട് ആൾക്കാരെല്ലാം കൂടി ആ കൊച്ചിനെ തപ്പി നടന്ന സമയത്ത് ഒന്നും അറിയാത്ത പോലെ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മനുഷ്യനാണ്. ലാസ്റ്റ് പിടിക്കപ്പെട്ടപ്പോൾ ഇയാൾ പിടിക്കപ്പെട്ടു. അപ്പം ഒരു ആൺകുട്ടിയെ ഇതേപോലെ മിസ്യൂസ് ചെയ്യുന്നു, ഒരു പെൺകുട്ടിയെ ഇതേപോലെ മിസ്യൂസ് ചെയ്യുന്നു, ഒരു ആൺകുട്ടിയെ ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു ചേട്ടന്മാരുടെ ഒപ്പോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒപ്പോ വിടാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ സ്ത്രീകളുടെ ഒപ്പം വിടാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ മക്കൾ സുരക്ഷിതരല്ലാത്ത അവസ്ഥ, സ്വന്തം മക്കളോട് സ്വന്തം അച്ഛൻ ചെയ്യുന്ന ക്രൂരതകളെല്ലാം നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ ഇതേപോലത്തെ സ്ത്രീകളിൽ നിന്നും നമ്മൾ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നതും സൂചിപ്പിക്കുന്നതും അതാണ്. അപ്പം നമുക്കിപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, കളിക്കാനൊന്നും ഒരിടത്തും വിടാനോ അയലൊക്കെ വീടുകളിൽ വിടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം മാക്സിമം നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കാന്നുള്ളൂ. അവരുടെ ആ ഒരു ബാഗും കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുക. അതേപോലെ അവരുടെ ആ ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ആരെയും അതിര് കടന്ന് അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കുക. ആരെയും നമ്മുടെ മക്കളെ ഒന്നും ഏൽപ്പിച്ചിട്ട് പോകാതിരിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവധി കാലങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മുടെ മക്കൾ വീട്ടിൽ തനിച്ചായിരിക്കും. നമ്മൾ ആ ഒരു സമയത്ത് ജോലിക്ക് വെളിയിൽ പോകും. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ മക്കൾ സേഫ് ആണെന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ഈ ന്യൂസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ.